നയാഗ്ര വെള്ളച്ചാട്ടത്തിനിടം இந்த ഒരു തണ്ണിക്കുതിപ്പ് കുറവിലായിട്ടുള്ള ഒരു പ്ലേസ് ഇതുവരെ കഴിച്ചിട്ട് അതും ഈ റേറ്റ് വട്ടുള്ള കുഞ്ഞമ്മ ഉള്ളപ്പോ ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞമ്മ. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ നയാഗ്ര ഫോൾസിൽ പോവാണ്. ഞാനും കൊച്ചനും PMAയും അമ്മുവിൻ്റെ അമ്മൂമ്മയായിട്ട്. സോ നമ്മൾ കാറിലാണ് പോകുന്നത്. ഇറ്റ്സ് ലൈക്ക് 400 miles ആൻഡ് ഐ തിങ്ക് 6 hours ഡ്രൈവ് ഉണ്ട്. ഇപ്പോൾ രാവിലെ 6 മണിയാണ്. ഞാൻ നോട്ട് മോർണിംഗ് പേഴ്സൺ, അതുകൊണ്ട് എണീക്കാൻ നല്ല പാടായിരുന്നു. പിന്നെ ഇതെല്ലാം ഉറങ്ങിയപ്പോൾ ആക്ച്വലി ഞാൻ ലേറ്റായി, 2 മണിയായി. ഞാൻ അവിടെ ചെന്നിട്ട് മോണിക്ക റീലെടുക്കാൻ വേണ്ടി പോകണം. അപ്പോൾ ആ ഡാൻസിന് സ്റ്റെപ്പ് ഇട്ടുകൊണ്ടിരിക്കുന്നു. മൊത്തം കഴിഞ്ഞില്ല, ഇനി ബാക്കി ഞാൻ കയ്യിൽ നിന്നിട്ടിട്ട് എടുക്കാനാണ് പ്ലാൻ. സോ ഞാൻ പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഗുഡ് മോർണിംഗ് ബാജി. ഗുഡ് മോർണിംഗ് ബാജി. ഗുഡ് മോർണിംഗ്. രാവിലെ ഇച്ചിരി ഗൗരവമാണ്, ഒന്ന് കുറച്ചു നേരം കഴിയണം ഫോമായിട്ട്. ഞാൻ റെഡിയായി. ഒരു 8 മണിയെന്ന് പറഞ്ഞു, 8:30 ഞാൻ 8 മണിക്ക് റെഡിയായി നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ ഞാൻ അങ്ങോട്ട് നടക്കാൻ പോകണം. ബൈ മമ്മ. ടേക്ക് കെയർ മമ്മ. മോർണിംഗ് സീനാണ്. ഇതിൻ്റെ കുട്ടികളായിട്ടൊക്കെ ഇടയ്ക്ക് നിൽക്കും, നല്ല രസമാണ് കാണാൻ. ഇപ്പോൾ കുട്ടികളൊന്നും ഇല്ല. ഓക്കെ, എൻ്റെ വീട്ടിൽ ചെന്നിട്ട് എൻ്റെ പെട്ടി എടുക്കാറുണ്ട്. ഞാൻ അത് എടുക്കാതെയാണ് വന്നത്. നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പൊ അമ്മുവിന്റെ പെട്ടിയാണ് തൂക്കിക്കൊണ്ട് പോകണം. ഓക്കെ, ലാസ്റ്റ് ഇറങ്ങിയപ്പോൾ 10 മണിയായി. ഞാൻ വിളിച്ചപ്പോഴാണ് ഇവർ എണീറ്റതേ ഇല്ല. ഞാൻ 7:50 റെഡി ആയെന്ന് പറയാൻ വേണ്ടി വിളിച്ചപ്പോഴാണ് എണീറ്റത്. എന്നിട്ട് PMA മാക്സിമം സൗണ്ട് മാറ്റി സംസാരിക്കാൻ നോക്കി, പക്ഷെ ഞാൻ കണ്ടുപിടിച്ചു. എത്ര മണിയായി? ഏകദേശം ഇവിടെ ഒരു 8:30 ആയിട്ടുണ്ട്. നമ്മൾ 8 മണിക്ക് പ്ലാൻ ചെയ്തു, പക്ഷെ 10 മണിക്കാ ഇറങ്ങുന്നു. ഇത് ഇവിടുത്തെ മരത്തില് എന്താണിത്, എന്തെന്ന് അറിയത്തില്ല. ആപ്പിൾ പോലെ, ആപ്പിളിന്റെ കുഞ്ഞു പോലെ ഇരിക്കും, പക്ഷെ നമ്മൾ ആരും കഴിച്ചു നോക്കിയില്ല. Let's go. Ready? Ready? ഓ, PMA നേരെ കളർ അടിച്ചതാണ്. ഓ സോറി, PMA ഇത് നാച്ചുറൽ ഹെയർ ആണെന്നാണ് PMA എന്നെ പറയുന്നത്. അമ്മ റെഡിയാണോ? ഓൾറെഡി ഇങ്ങനെയാണ്. അമ്മു, നമ്മുടെ മാച്ചിങ് ആണല്ലോ. ഓക്കെ, ലെറ്റ്സ് ഗോ. ഇന്നലെ പോയി ലേസും ഡോറിറ്റോസ് ഒക്കെ വാങ്ങിച്ചു. നമ്മളൊരു എക്സിറ്റ് എടുത്തിട്ട് ഇങ്ങനെ ഈ ഒരു നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരുന്ന ഹൈവേ 100 മൈലുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനൊരു എക്സിറ്റ് എടുത്തിട്ട് നമ്മൾ റെസ്റ്റ് റൂമൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി കയറി. ഇത് ന്യൂയോർക്കാണ്. കൊച്ചൻ ഇതൊക്കെ ഇവിടെ ഇരുന്ന ആൾക്കാർ കഴിക്കുകയൊക്കെ ചെയ്യും. ഒരു ബ്രേക്കൊക്കെ എടുത്തിട്ട് കഴിക്കാനൊക്കെ വേണ്ടിയിട്ട്. ഇവിടെ നിന്ന് PMA ഓട്ടിക്കുന്ന. ഇവിടെ നിന്ന് ഇനി ഒരു 2 hours ഡ്രൈവേ ഉള്ളൂ ഇനി ഇവിടെ നിന്ന്. നമ്മൾ ആദ്യം കഴിക്കാമെന്നാണ് വിചാരിച്ചത്. എവിടെയും പോയി, പക്ഷെ ഇപ്പോൾ ആർക്കും വിശപ്പൊന്നുമില്ല. നമ്മൾ സ്നാക്സൊക്കെ കഴിച്ചിരിക്കുകയാണ്. എന്തായാലും ഞാൻ അവിടെ എത്തിയിട്ട് ഏല ഹോട്ടലിൽ പോകാൻ തീരുമാനിച്ചു. വീണ്ടും നയാഗ്ര വെള്ളച്ചാട്ടത്തിനിടം തണ്ണിച്ചാട്ടം, തണ്ണിക്കുതിപ്പ്. அது 4 காலி இல்லை, அந்த 2 காலிகள் தான். ஐயோ, பிரேக் பிடித்து பார்த்து விடுங்கள். நான் எல்லா சீனரையும் காட்டி கொண்டு போகிறேன். என் மகளை நீங்கள் சொல்லி விடுங்கள். ഇത് അയ്യോ, ഒരു ലൈൻ കിട്ടി. ഇവിടെ പെട്രോൾ അടിക്കാൻ വേണ്ടി നിർത്തി. ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ തനിയെ വേണം പെട്രോൾ അടിക്കേണ്ട. അതുകൊണ്ട് കൊച്ച് അടിച്ചു. ഇതാണ് ന്യൂയോർക്ക് സ്റ്റേറ്റ്. ഇവിടുത്തെ ഒരു സിറ്റിയാണ് ബഫല്ലോ.
സ്റ്റേഡിയം ഉള്ളല്ലേ? സ്റ്റേഡിയം. ഇപ്പൊ നമ്മള് ബിൽഡിംഗ് ഒക്കെ ഇപ്പോഴാണ് കണ്ടത്. ഒരു 5 മണിക്കൂറായിട്ട് 6 മണിക്കൂറായിട്ട് നമ്മൾ മൊത്തം കാടും മലയും ഗ്രാമീണ സൗന്ദര്യത്തിലൂടെ നമ്മൾ ഇങ്ങനെ സഞ്ചരിക്കുക. അത് കഴിഞ്ഞപ്പോഴാണ് നമ്മളിപ്പം ആദ്യമായിട്ട് ഒരു സിറ്റിയിൽ കൂടെ യാത്രയാണ്. അതാ ബഫലോ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള കോളേജസ് ഉള്ള സ്ഥലമാണ്. ഏറ്റവും ഓവർസീസിൽ നിന്ന് പിള്ളേർ പഠിക്കാൻ വരുന്നത് ബഫലോയിലാണ്. അതേപോലെ തന്നെ കാനഡയിൽ നിന്നുള്ളവരും ബഫലോയിൽ പഠിക്കാൻ വരും. അവർക്ക് ഇവിടെ വന്ന് പഠിച്ചു കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കാനുള്ള തൽക്കാലമുള്ള പെർമിറ്റ്, പിന്നെ അവർക്ക് ഗ്രീൻ കാർഡൊക്കെ കിട്ടും അതിനു വേണ്ടി. ഇതിന്റെ ബ്രിഡ്ജിന്റെ ഒക്കെ എന്തെങ്കിലും പാർട്സ് ആയിരിക്കും നമ്മള് കുക്കിയും താക്കിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സംവിധാനമുള്ള. നമ്മള് ഇപ്പൊ എത്ര മണിയായി? 4:30 നമ്മള് ഫൈനലി നയഗ്രയിലെത്തി. നമ്മളൊരു ഹോട്ടലിന് അടുത്തുള്ള ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. സൈക്ക എന്നാണ് പേര്. ഓക്കെ, നമ്മൾ ഹോട്ടലിലെത്തി. ഇപ്പൊ തന്നെ എന്റെ ഡാൻസ് എടുക്കാനാണ്. ഞാൻ ഇപ്പൊ എന്റെ ഡാൻസ് എടുക്കാന്ന് വിചാരിച്ചു. കാരണം ചിലപ്പം കൊച്ചു ഉറങ്ങാൻ പോവല്ലേ, കൊച്ചും കുറച്ചു നേരം ഉറങ്ങും. അപ്പൊ ആ സമയം കൊണ്ട് ഞാൻ എന്റെ മോണിക്ക ഡാൻസ് എടുക്കാനാണ് പ്ലാൻ. ഇവിടെ ആ ഒരു ടെന്റ് പോലെ കിട്ടിയേക്കുന്ന സ്ഥലം കണ്ടോ, അവിടെ നിന്ന് എടുക്കാന്ന് വിചാരിക്കുന്നു. നല്ല ടയർഡാണ്. ഓടി ചെന്നിട്ട് കിടന്ന് ഉറങ്ങാൻ പോകുന്നത്. അലമാര. Oh no, industrial area ആണല്ലോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. We didn't get the view. It's okay. It's okay. It's alright. ഇവിടുത്തെ എല്ലാ ഷാമ്പൂ എല്ലാം അടിച്ചിട്ടുണ്ട്. നമ്മൾ പൈസ കൊടുക്കുന്ന എന്തിനാ? പിന്നെ നമ്മൾ അടുത്ത് അപ്പൊ നമുക്ക് ചേഞ്ച് ചെയ്തിട്ട് ഔട്ട്ഫിറ്റ് കാണാം. ഇതായിരുന്നു എന്റെ ഔട്ട്ഫിറ്റ്. സോ കൂട് ചെറുതായിപ്പോ എന്റെ വിഷമത്തിലാണ് കൊച്ചു ചേർ. ഇതുവഴി പോവാം. എവിടെ നിന്നാണ് ഡാൻസ് എടുത്ത? നമ്മൾ ഫോൾസിൽ പോവാണ്. രാത്രി കാണാൻ വേറെ ഭംഗിയാണ്. അപ്പം നമ്മൾ രാത്രിത്തെ വ്യൂ കാണാൻ പോവാണ്. പിന്നെ ഇതുപോലെ പറഞ്ഞ ഡാൻസിങ് ലൈറ്റ്സ് ഒന്നും അങ്ങനെ എന്തോ ഉണ്ട്. പിന്നെ കുറേ ലൈറ്റ്സ് ഇങ്ങനെ കത്തി അണയും. അതോ അവിടുത്തെ അതാണ് കാനഡയിലോട്ടുള്ള ഇമിഗ്രേഷൻ. ആ ബിൽഡിങ്സ് ഒക്കെയാണ് കാനഡ. നമ്മൾ ഈ ഒരു ബാരിയർ ഇല്ലായിരുന്നു കഴിഞ്ഞ വർഷം വന്നപ്പോൾ. അപ്പോൾ നമ്മൾ അങ്ങ് അറ്റം വരെ പോയി. സോ അങ്ങോട്ട് പോയാലേ അതിൻ്റെ ഒരു ഭംഗി കാണാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ കറക്റ്റ് ആ വെള്ളച്ചാട്ടത്തിൻ്റെ ആ എഡ്ജിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നമ്മൾ തിരിച്ചു വന്നു. അമ്മ വാൾമാർട്ടിൽ നിന്ന് കോക്കനട്ട് വാട്ടർ വാങ്ങിക്കാൻ വേണ്ടി വാൾമാർട്ടിലോട്ടാണ് അടുത്ത പോകുന്നത്. നമ്മൾ ക്യാമറ മാക്സിമം സ്റ്റേബിളായിട്ട് വെക്കാൻ നോക്കുമ്പോഴൊക്കെ ഞാൻ നടക്കുമ്പോൾ കുലുങ്ങണ്. നമ്മൾ വാൾമാർട്ടിലെത്തി. ഭയങ്കര വലുതല്ലേ, ഭയങ്കര ഡിഫറെൻറ്റും ഭയങ്കര വലുതും. ഇത് സൂപ്പർ സ്റ്റോറാണ്. ആര്
ഭയങ്കര സ്റ്റെപ്പുകള്. നമ്മള് കോഫി വാങ്ങാൻ വേണ്ടി പോവാണ് താഴോട്ട്. മണി 11 മണിയായി. എന്നാലും ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാർക്കാണ് അച്ഛൻ എന്നാ പോവാ. കോഫി കടയിൽ ജോലി ചെയ്താ നന്നായി. ശരിക്കും കോഫി കടയിൽ ജോലി ചെയ്താൽ നന്നായിരുന്നു. അയ്യോ ഇതെല്ലാം കൂടെ എങ്ങനെ എടുക്കണം ഈ സാധനങ്ങളൊക്കെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മള് കഴിച്ചിട്ട് നമ്മൾ റെഡി ആയിട്ട് ഫോൾസിൽ പോവും. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളുണ്ട് ചെയ്യാൻ. മെയ്ഡ് ഓഫ് ദി മിസ്റ്റ് എന്നൊരു സംഭവമുണ്ട്. അതിങ്ങനെ ബോട്ട് റൈഡാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തോട്ട് കൊണ്ടുപോകും. പിന്നെ ഏതൊരു കേവ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വർഷം പോയിട്ടില്ല. ആദ്യത്തോട്ടാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. പിന്നെ പ്രത്യേകിച്ചൊന്നുമില്ല, അത്രേ ഉള്ളൂ. തിരിച്ചു വന്നിട്ട് നമ്മൾ കുളിച്ചാടും. പിന്നെ പൂളാണ്. പിന്നെ നൈറ്റ് ഡ്രൈവിന് പോവും. നാളെ തിരിച്ചു പോകും. ഇറങ്ങിയിരിക്കുകയാണ് നയഗ്ര ഫോൾസിലേക്ക്. മമ്മിക്ക് ജലദോഷം അടിച്ചു ചെറുതായിട്ട്. ദിസ് ഇസ് മൈ സെക്കൻഡ് ഔട്ട്ഫിറ്റ്. ഇവിടെ നിന്ന് കാണാം ആ വെള്ളം ഇങ്ങനെ തെറിക്കുന്ന ഒരിത്. മിസ്സിലേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കാണ്. അമ്മ വന്നില്ലേ? ഒരു മലയാളിയെ പരിചയപ്പെട്ടു. നമ്മളിനി ലിഫ്റ്റ് ഇറങ്ങി താഴെ പോവും. എന്നിട്ട് ബോട്ട് എന്നിട്ട് നമ്മൾ ആ ഫോൾസിലോട്ട് അങ്ങോട്ട് പോകും. ഇട്ടേക്കുന്നത് കാനഡക്കാരാണ്. നമ്മളെല്ലാം ബ്ലൂ ആണ്. നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നയാഗ്ര ഫോൾസിന്റെ തീരത്ത് നിൽക്കുന്ന കേവ് ഓഫ് ദി വിൻഡ്സ്. ഇവിടെ നിന്ന് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മൾ ഇനി ആ ബ്രിഡ്ജ് കടന്ന് അപ്പുറത്തെ ഐലൻഡ്, ആ ഐലൻഡ് കാണിച്ചു കൊടുക്കുക. ആ ഐലൻഡിന്റെ പേരാണ് ദ ഗോട്ട് ഐലൻഡ്. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് ദ ബ്രൈഡൽ വെയിൽ ഫോൾസിന്റെ വ്യൂ കിട്ടുന്നത്. അപ്പൊ അവിടെയാണ് കേവ് ഓഫ് ദ വിൻഡ്സ്. അതിന്റെ പേരാണ് കേവ് ഓഫ് ദ വിൻഡ്സ്. അപ്പൊ അവിടെയാണ് നമ്മൾ പോകുന്നത്. ഇത് 3 ഫോൾസ് കമ്പൈൻഡ് ആണ് നയാഗ്ര. സോ ഫസ്റ്റ് ഫോൾ ആയിരുന്നു ദ അമേരിക്കൻ ഫോള്. പിന്നെ അതാ ഫസ്റ്റ് ആണെന്ന് എനിക്കറിയില്ല.
നമ്മളിപ്പോ പോയി കണ്ടത് ഹോർഷു ആണെന്ന് തോന്നുന്നു. ഹോർഷു നമ്മൾ അതിലേത് ഒന്നായിരുന്നു, എനിക്കറിയത്തില്ല ഏതാണെന്ന്. പക്ഷെ ഒരെണ്ണം ഹോർഷു, ഒന്ന് അമേരിക്കൻ ഫോൾസ്, വേറൊന്ന് ദ ബ്രൈഡൽ വെയിൽ ഫോൾസ്. അപ്പൊ ബ്രൈഡൽ വെയിൽ ഫോൾസിലോട്ടാണ് നമ്മൾ ഇപ്പൊ പോകുന്നത്. ഓക്കെ, അൺഫോർച്ചുനേറ്റ്ലി ടിക്കറ്റ് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അടുത്ത റൗണ്ട് പോവുള്ളൂ അവരങ്ങോട്ട്. നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാൻ എന്തായാലും പറ്റില്ല. സോ വി ആർ നോട്ട് ഗോയിങ്. അപ്പോൾ തിരിച്ച് പോവുകയാണ്. കൊച്ചു ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് കാറും എടുത്ത് നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ പോവാണ്. അവരെടുക്കുകയാണ്. ഇതൊരു ഹൈദരാബാദി ബിരിയാണി കിട്ടുന്ന സ്ഥലമാണ്. കണ്ടാൽ അമേരിക്ക പോലെ ഇപ്പം ഫീലില്ല, ഇപ്പം നാട്ടിലുള്ള ഒരു ഫീലാണ്. ഞാൻ എടുത്തില്ല, എനിക്കെന്തോ കഴിക്കാനൊരു ഫീലില്ല. ആണ് ഞാൻ വാങ്ങിച്ചത്, മാത്രമേ വാങ്ങിച്ചു. ഇവരെല്ലാം എൻ്റെ ഫേവറേറ്റ് സോങ്സ് ആണ്. ഇവിടെ നിന്നാണ് നമ്മൾ കഴിച്ചത്. ഞാൻ കഴിച്ചില്ല. അത് ഏറ്റവും കൂടുതൽ എന്ന് പറഞ്ഞാൽ വില ഭയങ്കര ഹൈ, $22 പെർ പേഴ്സൺ. എന്നിട്ട് അതിനകത്തുള്ളത് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, ബിരിയാണി ഇല്ല. ബിരിയാണിന്ന് വലുതായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അകത്ത് ചെന്നപ്പോഴത്തേക്കും ബുഫേക്ക് ബിരിയാണി ഇല്ല. ബിരിയാണി അല്ലാതെ ഉള്ളത് പ്ലെയിൻ റൈസ്, രസം, അല്ലെങ്കിൽ ഒരു ലെമൺ റൈസ് പോലത്തെ ഒരു സാധനം. അതിൽ ലെമണും ഇല്ല, ഒന്നുമില്ല, മഞ്ഞ കളർ റൈസ്. ഓക്കെ, അതൊക്കെ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ. പക്ഷെ അതിനകത്ത് ചിക്കൻ കറി എന്ന് പറഞ്ഞാൽ ഒരു പീസ് പോലും കുക്ക്ഡ്, നല്ല സോഫ്റ്റ് അല്ല, ഭയങ്കര ഹാർഡ്. എന്നിട്ടും അത് കുഴപ്പമില്ല, ബാക്കിയുള്ളതെല്ലാം കഴിക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ നോക്കിയപ്പോഴത്തേക്കും ഫ്രൂട്ട്സ് എല്ലാം ആ കൂടെ ഉള്ളത് വാട്ടർമെലൺ, പായസം, അതൊന്നും ഇല്ല. അതിനകത്ത് വാട്ടർമെലൺ നമ്മള് ഇല്ലാത്തോണ്ട് റിക്വസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് ഇടാൻ പറഞ്ഞിട്ട് അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വേറെ ആൾക്കാരുടെ ഇതൊക്കെ നോക്കിക്കൊണ്ട് നടക്കുന്ന, അല്ലാതെ റീഫിൽ ചെയ്തില്ല. ഇത്രയും ഹൊറിബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ഇതുവരെ കഴിച്ചില്ല, അതും ഈ റേറ്റിന്. ഹൈദരാബാദി ബിരിയാണി നമ്മൾ വിചാരിക്കും എല്ലായിടത്തും റേറ്റ് കൂടുതലായിരിക്കും. ഒരാൾക്ക് 1700 നല്ല ബുഫേ അവിടെ നാട്ടില്. ഇന്നലത്തത് $21 ആയിരുന്നു. അത് പക്ഷെ നല്ല സ്റ്റാൻഡേർഡ് എല്ലാം നല്ലതായിരുന്നു. എല്ലാം ഉണ്ടായിരുന്നു, പാനിപൂരി, വട, അല്ലേ കുറെ സാധനം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് ബിരിയാണി ഇടാം. ബിരിയാണി കടയെന്ന് പറഞ്ഞിട്ട് ബിരിയാണി ബുഫേയിലില്ല, ബാക്കി റൈസും ചോറും. അതെന്തോന്ന് ബുഫേ. ഈ ബുഫയുടെ ക്ഷീണം മാറ്റാൻ എനിക്ക് ആക്ച്വലി പൂളിലൊന്ന് കളിക്കണമെന്നുണ്ട്. ഭയങ്കര ചൂട്, ദേഹമൊക്കെ ചൂടെടുക്കണം. ഞാനും അമ്മും കൂടെ പൂളിൽ ചാടിയിട്ട് എന്നിട്ട് വൈകിട്ട് നമുക്ക് അവിടെ നിന്ന് കറങ്ങാൻ പോവാം അല്ലേ. എന്നിട്ട് നമുക്ക് ഇന്ന് ഇവിടെയൊക്കെ വന്ന് വെറുതെ ഒന്നും കൂടെ കറങ്ങിയിട്ട് പോവാം. നാളെ നമ്മൾ രാവിലെ 11 മണിക്കാണ് ചെക്ക് ഔട്ട്. 11 മണിക്ക് തന്നെ ഇറങ്ങല്ലേ നമ്മൾ. മമ്മയൊക്കെ കിടന്നു, PMA ഉറങ്ങാൻ പോകുന്നു. നമ്മൾ രണ്ടുപേരും കുറച്ചു നേരം ഒന്ന് പൂളില് ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. മൈ തേർഡ് ഔട്ട്ഫിറ്റ് വാസ് ആക്ച്വലി ജീൻസ് ആൻഡ് ടോപ്പ്. പക്ഷെ നമ്മളൊരു റീൽ എടുക്കാൻ പോകുന്നുണ്ട്. എന്നാ ശരി, റീൽ എടുക്കുന്നുണ്ട്. നമ്മൾ ഈ ടോപ്പ് നമ്മ കട്ട പ്രാക്ടീസ് ആണ്. അതാണ് കാനഡ. അത് ശരിയാണല്ലേ. അമേരിക്കയിൽ നിൽക്കുന്ന നമ്മൾ കാനഡയിലെ കാറിന്റെ സൗണ്ട് കേൾക്കണം. ആ ലൈറ്റ് വെച്ചേക്കുന്ന അവരുടെ വ്യൂ കാണും. സ്റ്റിൽ ഇപ്പോഴും ആൾക്കാർ ആ മേടത്തെ മിസ്സിലോട്ട് പോകുന്നുണ്ട്. അതാണ് കാനഡയിലെ ആൾക്കാർ. പിങ്ക് റെയിൻ കോട്ട്. കാലും പൊക്കും. എനിക്കിപ്പോ ബിരിയാണിയിൽ നമ്പിക്കയില്ലേ. only thing I hate is പാനിപൂരി. എവിടെ ടെക്സാസ് ചിക്കനിലെ ബർഗർ വാങ്ങിക്കാം. ഇത് ഭയങ്കര നല്ലതാണ്.
സമയമുണ്ടോ? ഉണ്ട്. എനിക്കൊന്ന് മുക്കണമായിരുന്നു. ഭയങ്കര zoom ചെയ്തത്. അത് കൊള്ളാല്ലേ കസീനോ എഴുതി കാണിക്കുന്നത്. ഇവിടെ തട്ടിയടിച്ച് വീഴാത്ത ഭാഗ്യം. അത് കണ്ടില്ലേ ഇന്ത്യൻ ഫുഡ് കോർണർ. എവിടെ പോയാലും ഇന്ത്യൻസിന്റെ കടകൾ കാണാം. What do we have? Chicken. നമുക്ക് മെട്രോ ഉണ്ടായിരുന്നു ഇതൊക്കെ ഇതിനു വേണ്ടി വെയിറ്റ് ചെയ്യും കേട്ടോ ആൾക്കാര്. 10 മണി correct. ഇതൊന്നും മാറുന്നില്ല. പക്ഷെ എനിക്ക് ക്ലാസ്സിൽ കൂടെ അടിപൊളിയായിട്ട് അത് മൂണല്ല ഗൈസ്. എന്താണ് പാട്ട് നോക്കിയ ഹൈദരാബാദി അവരിട്ടേക്കുന്ന പാട്ടൊക്കെ പാട്ടിന് കുറവൊന്നുമില്ല. ഫുഡിന് മാത്രമേ കുറവുള്ളൂ. ഇതിനൊന്നും ഒരു ഔട്ട്ഫിറ്റ് മാറ്റിയിട്ട് വല്ല ഉണ്ടാക്കി വെക്കോ വേണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് വരായിരുന്നു. അമ്മ ഉരുക്കാൻ വെച്ചിരുന്ന ബട്ടർ വരടിക്കുന്നു. ഉരുക്കാൻ വെക്കുന്ന ബട്ടർ മാറ്റിയിട്ട് സോസേജിനെ ഇറക്കിയിട്ടുണ്ട് ഞാൻ. എനിക്ക് ഹോട്ട് ചോക്ലേറ്റ് രണ്ടെണ്ണം. ഞാൻ നാളെ തൊട്ട് ഡയറ്റാണ് ഗൈസ്. ഇനി ഞാൻ അങ്ങോട്ട് ഡയറ്റും ജിമ്മുമാണ്. ഞാൻ നല്ല മെലിഞ്ഞ് പഴയ തന്നെ പോലെ ആവാനാണ് ഞാൻ പോകുന്നത്. പഴയ മറ്റേ തന്നെ അല്ല, 8ാം ക്ലാസ്സിലെ ക്രൈസ്തവ തന്നെയല്ല. ഈ ഇടയ്ക്ക് ഇവിടെ വരുന്നതിന് മുന്നേ ഞാൻ നല്ല മെലിഞ്ഞായിരുന്നു. ആ തന്നെയാണ് കല്യാണത്തിന് മുന്നേ. എൻ്റെ എല്ലാ സ്റ്റാൻഡേർഡ്. ഹേസൽനട്ട് കോഫി ഉണ്ടാക്കാൻ ഏറ്റവും നല്ല കിടിലമാണ് ആ ബ്ലൂ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്. ആ ബ്ലൂ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത് വീട്ടിൽ ഒരു തുള്ളി കോഫി പോലും അമ്മയ്ക്കും അച്ഛനും ഉണ്ടാക്കി തന്നിട്ടില്ല. പക്ഷേ ഒരു ഹോട്ടൽ റൂമിൽ വന്ന ഹേസൽനട്ട് കോഫി എന്ന് പറയുമ്പോഴത്തേക്കും ഏറ്റവും കിടിലമായിട്ട് ഉണ്ടാക്കി. ഇത്രയും നാളിലും നേരത്തെ കാര്യം പറഞ്ഞു വിടുകയാകുമ്പോ നമ്മളിങ്ങനെ അത് ഇതിന് മുന്നത്തെ ട്രിപ്പിൽ അതായിരുന്നു. നമ്മളിങ്ങനെ ഓടായിരുന്നു. ഞാൻ ഇപ്പൊ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വട്ടുള്ള കുഞ്ഞമ്മ ഉള്ളപ്പോ ഞാൻ ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ ഇങ്ങനെ വട്ടുള്ളൊരു കുഞ്ഞമ്മ ഉള്ളപ്പോ ഞാൻ എങ്ങനെയാണ് വട്ടാവാതിരിക്കുന്നതിന് ഞാൻ പറഞ്ഞപ്പോ ഒരാളവിടെ എന്നിട്ട് വെച്ച് എന്തെന്ന് പറഞ്ഞാൽ നല്ല ഡാൻസ് ആയിരുന്നു മലയാളത്തില്. അയാളോട് അയ്യോ എന്നൊരു ഇവിടെ വിളിച്ചത്. ബാക്കിയെല്ലാം അതിനകത്തുണ്ട്. എന്നിട്ട് അയാൾ വെച്ച് ഇതൊക്കെ ആരൊക്കെയാണ് നമ്മള് പേരെടുക്കണമെന്നാണ്. അയാൾ ശാസ്ത്രം അങ്ങനത്തെ. അപ്പൊ ഇതൊക്കെ ആരൊക്കെയാ? അപ്പൊ ഞാൻ പറഞ്ഞു ഇതെന്റെ കുഞ്ഞമ്മ, ഇത് കുഞ്ഞമ്മേരെ അമ്മേരെ അമ്മൂനെ നോക്കി മറ്റേ കുഞ്ഞമ്മ എനിക്ക് വേണ്ട. ഐ ഡോണ്ട് ലൈക്ക് കോഫി അറ്റ് നൈറ്റ്. ഹോട്ട് ചോക്ലേറ്റ് നോർമലി ഐ ഡ്രിങ്ക് അറ്റ് ഓഫീസ്. രണ്ടെണ്ണം ഫോർ യു ടുഗദർ. No, actually I need just a one sip. For that I don't need to waste the whole cup. നമ്മള് രാവിലെയായി നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ചെക്കൗട്ട് ചെയ്തു. സോ ഞാൻ വ്ളോഗ് വൈൻഡപ്പ് ചെയ്യാണ്. ബൈ പറയും. കഴിഞ്ഞിരിക്കുകയാണ്. സ്ട്രൈറ്റ് ഹോം. ജേഴ്സിയിൽ പോവാണ്. നമ്മളിടയ്ക്കൊന്നും ഇനി ഇറങ്ങുന്നില്ല. കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി, പക്ഷേ ഇത് ഒരുപാട് ലേറ്റ് ആവും. ഇത് തന്നെ ഇനി 6 hours ഡ്രൈവ് ഉണ്ട്. നാളെ ഓഫീസുണ്ട്, കോളേജൊന്നുമില്ല. അതുകൊണ്ട് ബൈ.